ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതുപോലെയാണെങ്കിൽ JKയെ കുറിച്ച് അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. മധുബാല അപ്പോൾ അർച്ചനയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇയാളെ പരിചയം പോലും ഇല്ലേ? ഇതാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നിങ്ങൾക്കും ഇയാളെ പരിചയമില്ലേ എന്ന് മധുബാല അങ്ങനെ ചോദിക്കുകയാണ്. ദീപ്തി അപ്പോൾ പറയുന്നുണ്ട്, ഇയാൾ ഇവിടെ ഒരു കേസുമായിട്ട് വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ ആ കേസ് ഏറ്റെടുത്തില്ല, അത് ഇയാളുമായിട്ട് ഒരു പരിചയമില്ലെന്ന് ദീപ്തി അങ്ങനെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇയാള് ആരാണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അയാളെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയുമില്ല എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും ഇയാളെ കുറിച്ച് അറിയില്ലായിരിക്കും, പക്ഷേ അർച്ചനയ്ക്ക് നല്ലപോലെ ഇയാളെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പരിചയം അർച്ചനയ്ക്ക് ഇയാളുമായിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ആ പരിചയം എന്താണെന്ന് ഇവരാണ് പറയേണ്ടത് അങ്ങനെ മധുബാല പറയുമ്പോൾ അർച്ചനയാണെങ്കിൽ മധുബാലയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദീപ്തി അപ്പോൾ പറയുന്നുണ്ട്, കക്ഷിയും വക്കീലും അല്ലാത്ത പരിചയമൊന്നും ഇവർ തമ്മിലില്ല എന്ന് ദീപ്തി പറയുമ്പോൾ അർച്ചന ദീപ്തിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ദീപ്തി, നീ എന്തിനാണ് ഇവരോട് ഇതൊക്കെ പറയുന്നത്? ഇവരെന്തിനാണ് നമ്മളിതൊക്കെ ബോധ്യപ്പെടുത്തുന്നത്? പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല എന്ന് അർച്ചന പറയുമ്പോൾ മധുബാല ചോദിക്കുന്നുണ്ട്, നീ ഇവരെ പറയാനായി സമ്മതിക്കില്ലേ? ഇതെല്ലാം സംസാരിക്കാൻ തുടങ്ങിയാൽ നീ ഒളിച്ചുകൊണ്ട് നടക്കുന്ന ഈ രഹസ്യം എല്ലാം പുറത്തു വരും. ആ ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മധുബാല പറയുമ്പോൾ അർച്ചനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അർച്ചന പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു, നിർത്ത്. ഇവളെ പറ്റി ഒരു തെറ്റിദ്ധാരണയുമില്ല, എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അർച്ചനയുടെ മോൾക്ക് അച്ഛനുണ്ടോ? എങ്കിൽ അത് ആരാണെന്ന് പറയുന്ന മധുബാല അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ മോളുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങളോട് ഞാൻ എന്തിനു പറയണം? അവളുടെ അച്ഛൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അതാണ് എനിക്കും അറിയേണ്ടത്, ഇയാളാണോ കുട്ടിയുടെ അച്ഛനെന്ന് ചോദിച്ച് JKയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങൾ അർച്ചനയെ അപമാനിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നങ്ങനെ ദീപ്തി ചോദിക്കുമ്പോൾ അസു പറയുന്നുണ്ട്, ഈ ഫോട്ടോയിലുള്ള ആളെ പറ്റി ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ മേഡത്തെ ആവശ്യമില്ലാതെ അപമാനിച്ചാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയുമെന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല, ഞാൻ തെളിയിക്കാനാ വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചിട്ടേ പോവൂ. അർച്ചനയ്ക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ലേ? വർഷങ്ങളായിട്ട് അർച്ചനയ്ക്ക് ഇയാളുമായിട്ട് ബന്ധമുണ്ട് എന്ന് മധുബാല പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്ത് ഭ്രാന്താണ് നിങ്ങൾ ഈ പറയുന്നത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, തെളിവ് ഞാൻ തരാം. ആള് താമസിക്കുന്ന ഹോട്ടലിലെല്ലാം ഇയാളെ അന്വേഷിച്ച് നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയില്ലേ എന്നെല്ലാം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഇയാളുമായി ബന്ധമുണ്ട്. എന്താ, നിങ്ങൾ എത്ര വർഷം മുന്നെയാണ് തുടങ്ങിയത്? അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് മധുബാല അങ്ങനെ ആരോപിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സ്റ്റോപ്പ് ഇറ്റ്. ഈ പറയുന്ന അനാവശ്യമെല്ലാം കേട്ടു നിൽക്കുന്നത് എന്റെ ദൗർബല്യമായി നിങ്ങൾ കാണരുത്. ഓഫീസിൽ വന്നു കയറിയതിന്റെ മാന്യത കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാത്തത്. അതിരി സംസാരം ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നിങ്ങളെ തല്ലുക മാത്രമല്ല, നിങ്ങളെ ഞാൻ പിടിച്ചു പുറത്താക്കുമെന്ന് അർച്ചന പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ അത് ചെയ്യ്, ഞാനൊന്ന് കാണട്ടെ എന്ന് മധുബാല പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ, ഇയാള് തമ്മിൽ അർച്ചനയ്ക്ക് ഒരു ബന്ധവുമില്ല, അവളെ പറ്റി ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാത്തത് എന്ന് ദീപ്തി പറയുമ്പോൾ അർച്ചന ദീപ്തിയോട് ദേഷ്യപ്പെടുകയാണ്. ദീപ്തി, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഒരുത്തി ഇവിടെ കയറി വന്ന് ഏതൊരാളെ പറ്റി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമ്മളൊക്കെ അതിനുവേണ്ടി എന്തിനാണ് പ്രതികരിക്കുന്നത്? നിങ്ങളിപ്പോൾ തന്നെ ഈ ഓഫീസിൽ നിന്ന് പുറത്തു പോകണം, ഇറങ്ങിപ്പോയെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഇത് ഞാൻ അങ്ങനെ വിടില്ല. ഒരുത്തി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നീ എന്തിനാണ് പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? ഞാൻ ഏതെങ്കിലും ഒരുത്തിയല്ല, നീ അത് ഓർത്തോ എന്ന് മധുബാല വളരെ ദേഷ്യത്തോടെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഇയാളുടെ ഭാര്യയാണ് ഞാനെന്ന്. ഇത് കേട്ട് അർച്ചന ആകെ ഷോക്കാവുകയാണ്. മധുബാല വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെയാണ് ഇവൾ തട്ടിയെടുത്തിരിക്കുന്നത്, കളയില്ല, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മധുബാല അവിടെ നിന്നും പോവുകയാണ്. അച്ഛനെയാണെങ്കിൽ ഇതെല്ലാം കേട്ട് പ്രതികരിക്കാനാവാതെ ആകെ തകർന്ന് നിൽക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, ഇവരുടെ ഭാര്യയാണോ അയാള്? ഇവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ദീപ്തി മധുബാലയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്നതും അർച്ചന ദീപ്തിയോട് വേണ്ടെന്ന് പറയാണ്. ഇവരെ വിട്ടേക്ക്, നീ ഒന്നും സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. മധുബാല പുറത്തേക്ക് വരുന്ന സമയത്ത് ജഗദീഷ് വക്കീലാണെങ്കിൽ മധുബാലയിൽ നിന്നും എന്തെങ്കിലും അറിയാനായി പുറത്ത് തന്നെ നിൽക്കുകയാണ്. മധുബാല പോകുമ്പോൾ ജഗദീഷ് വക്കീലും മധുബാലയോട് സംസാരിക്കുന്നുണ്ട്, മാഡം, എന്താണ് നിങ്ങളും അർച്ചനയും തമ്മിൽ പ്രശ്നം? എന്തെങ്കിലും കേസിന്റെ കാര്യമാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിജയ് ശങ്കർ സാറിന്റെ ഓഫീസിൽ ഇന്ന് സംസാരിക്കാം, വരൂ എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഭർത്താവിന്റെ പ്രശ്നമാണ്, എന്തെങ്കിലും പ്രശ്നമാണോ കേസിന്റെ കാര്യമാണോ എന്നൊക്കെ താൻ എന്തിനാണ് അറിയുന്നത്? ഒന്നും വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇത്, അത് തീരണമെങ്കിൽ അർച്ചന തന്നെ വിചാരിക്കണം. അതിനൊന്നും തയ്യാറായില്ലെങ്കിൽ ഈ മധുബാല ആരെന്ന് അവൾ അറിയും, കൊടുക്കാം, ഞാൻ അവളുടെ വക്കീൽ ഓഫീസ് ഞാൻ പൂട്ടിക്കും.
പറഞ്ഞുകൊണ്ട് മധുബാല പോവാനായി നിൽക്കുമ്പോൾ വീണ്ടും ജഗദീഷ് വക്കീൽ ചോദിക്കുന്നുണ്ട്, മേഡം യഥാർത്ഥത്തിൽ നിങ്ങളും അർച്ചനയും തമ്മിൽ എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഭർത്താവും അർച്ചനയും തമ്മിലുള്ള പ്രശ്നമാണോ? പറഞ്ഞില്ലേ മേഡം, ഈ അർച്ചന വക്കീൽ ആള് ശരിയല്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. ഈ അർച്ചന ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയാണ്. അവരുടെ മുൻ ഭർത്താവ് ഉപേക്ഷിച്ചത് തന്നെ അവരുടെ നടപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ്. ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു, അത് അവര് ഗർഭിണിയായിരിക്കുമ്പോഴാണ്. അങ്ങനെ ജഗദീഷ് വക്കീൽ പറയുമ്പോ മധുബാല ചോദിക്കുന്നുണ്ട്, എന്താ ഗർഭിണിയായിരുന്ന സമയത്തോ? ആയാലും എന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയും എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മധുബാലയാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവിടെ നിന്നും പോവുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛനെയും ഇവരുടെ ഭർത്താവും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ, അതെ ഇവരിങ്ങനെ സംസാരിച്ചിട്ട് പോവില്ലല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വല പറഞ്ഞതെല്ലാം ഓർത്തോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ദീപ്തിയും വസുവും അപ്പൊ അർച്ചനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദീപ്തി പറയുന്നുണ്ട്, അവരെ അങ്ങനെ വിട്ടയക്കാൻ പാടില്ലായിരുന്നു, നിന്നെ തെറ്റിദ്ധരിച്ചതാണ്. അവരോട് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു, അവരുടെ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാമായിരുന്നു എന്നൊക്കെ ദീപ്തി അങ്ങനെ പറയുമ്പോൾ അത് പറയുന്നുണ്ട്, മേഡത്തിന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ ആ സ്ത്രീ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോയത്. അങ്ങനെ വസു പറയുമ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ജഗദീഷ് വക്കീൽ അവിടെ വന്ന് നിൽക്കുന്നത്. പിന്നീട് അവര് സംസാരിക്കുന്നതെല്ലാം ജഗദീഷ് വക്കീൽ അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറിച്ചും മധുബാല പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ജഗദീഷ് വക്കീലിന് ആദ്യമൊന്നും ആരെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും ദീപ്തിയും വസുവും കൂടി ജെകെ കുറിച്ച് പറയുന്നതോടെ ജഗദീഷ് വക്കീലിന് അത് ആരാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, അയാളുടെ കേസ് പോലും നമ്മൾ എടുത്തിട്ടില്ല, എന്നിട്ടും പ്രശ്നമാണല്ലോ, ഇതെല്ലാം എതിർപക്ഷത്തിന്റെ ചതിയായിരിക്കുമെന്ന് വസു അങ്ങനെ പറയുമ്പോൾ ജഗദീഷ് വക്കീലാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് ആകെ പതുങ്ങിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അങ്ങനെ ജഗദീഷ് വക്കീല് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോ ആളെ പിടികിട്ടി, അപ്പോ അയാളാണല്ലേ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വിജയ് ശങ്കറിന്റെ അടുത്തേക്ക് പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ജെകെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോ അതാണല്ലേ കക്ഷി ജയകൃഷ്ണൻ എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീല് പറയുന്നുണ്ട്, അതെ അയാൾ തന്നെയാണെന്ന് പറയാണ്. അയാളും അർച്ചനയും തമ്മിൽ കക്ഷിയും വക്കീലും തമ്മിലുള്ള ബന്ധമൊന്നുമല്ല സാറേ, ഇത് തമ്മിലുള്ള ആ ബന്ധം മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ സാറിനോട് വന്ന് പറഞ്ഞതല്ലേ അവരെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് ഒരു ഓട്ടോയിൽ കണ്ടു എന്ന്. അന്ന് ഈ കാര്യം ഞാൻ സാറിനോട് വന്ന് പറഞ്ഞപ്പോൾ സാറ് ഗൗരവമായി എടുത്തില്ല. അപ്പോൾ എന്തായി സാർ? അയാളുടെ ഭാര്യ അർച്ചനയുടെ ഓഫീസിൽ വന്ന് ബഹളമുണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അയാളും അർച്ചനയും തമ്മിൽ ഒരു തെറ്റായ റിലേഷൻഷിപ്പ് ഉണ്ട്. അയാളുടെ ഭാര്യയെ മനസ്സിലാക്കിയിരിക്കുന്നു, അവരെ പ്രകോപിപ്പിക്കുന്ന എന്തോ ഒരു റിലേഷനാണത്. റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും സാറേ? അവിഹിതം തന്നെയാണിത്, അവിഹിത ബന്ധമാണെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ വിജയശങ്കറിനാണെങ്കിൽ ഇതൊന്നും ഒട്ടും തന്നെ അംഗീകരിക്കാനായി പറ്റുന്നില്ല, വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. ജഗദീഷ് അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, അർച്ചനയും അയാളും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, അത് കണ്ടുപിടിച്ചതിന്റെ ബഹളമാണ് സ്ത്രീ ഇവിടെ വന്ന് കാണിച്ചത്. അങ്ങനെ ജഗദീഷ് വക്കീല് തീർത്ത് പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതെങ്കിലും സ്ത്രീയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ, പക്ഷേ അർച്ചന ഇങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല, അർച്ചന ഇങ്ങനെയുള്ള ചതിയിലൊന്നും പോയി പെടില്ല, എനിക്ക് അർച്ചനയെ അത്രയ്ക്ക് വിശ്വാസമുണ്ടെന്ന് വിജയശങ്കർ അങ്ങനെ പറയാണ്. എന്നാൽ ജഗദീഷ് വക്കീൽ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അർച്ചനയും അയാളും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് അങ്ങനെ തീർത്ത് പറയാണ്. ഇത് പഴയ കാലമൊന്നുമല്ല സാറേ, അവർക്കും മോഹങ്ങൾ ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള പല കേസുകളും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടല്ലോ സാറേ, നമ്മൾ എത്രങ്ങാനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നം അർച്ചനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആയുധമാണ്, നമ്മൾ ആയുധമാക്കണമെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഇത് അർച്ചനയ്ക്കെതിരെയുള്ള ആയുധമാക്കണമെങ്കിൽ ഇതെല്ലാം സത്യമാണോ എന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം, അതിന് ശക്തമായ തെളിവുകളും സാക്ഷികളും വേണം, അല്ലാതെ ഇതൊന്നും ആരും വിശ്വസിക്കില്ല. അർച്ചനയായതുകൊണ്ടാണ് ഇത്രത്തോളം സൂക്ഷിക്കാനായി പറയുന്നത്. കിട്ടിയ ഈ വടി കൊണ്ട് അടിക്കേണ്ടതുപോലെ തന്നെ അർച്ചനയെ തിരിച്ചടിക്കണം. വടി കൊണ്ട് അവൾക്ക് നോവണം, മനസ്സിലായില്ലേ? കേൾക്കുന്നവർക്ക് എല്ലാം വിശ്വാസമാകുന്ന രീതിയിൽ വേണം നമ്മൾ പറയേണ്ടത്. അവരങ്ങനെ വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് വിജയശങ്കർ പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, ബാർ അസോസിയേഷനിൽ മത്സരിക്കാനായി തയ്യാറാവല്ലേ അർച്ചന, അവളെ വില കുറച്ച് കാണിക്കാനായി ഇതല്ലേ പറ്റിയ അവസരമെന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അതെ എന്തായാലും നമ്മൾ വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് അങ്ങനെ പറയാണ്. അതിനുശേഷം ജെക്കെയും ചിന്നുവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ജെക്കെ ആണെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. ചിന്നുവിനെ കാണുന്നതും ജെക്കെ സിഗരറ്റ് താഴെയിട്ട് ചവിട്ടുന്നുണ്ട്. ചിന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിന് എല്ലാ തരത്തിലുള്ള ദുശീലവും ഉണ്ടല്ലോ, ഉള്ള ആളാണോ ലഹരിക്കെതിരെ ക്ലാസ് വന്നെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, എല്ലാം ഒരു ചുമ്മാ രസമാണ്, കണ്ട് മറ്റുള്ളവര് പഠിക്കരുതെന്ന് കരുതിയാണ് ഞാൻ അവരെയെല്ലാം ബോധവൽക്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നില്ലല്ലോ?
കോളേജിൽ വരാതെ ലീവ് എടുത്ത് കഥ എഴുതുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ചില ദിവസങ്ങളിൽ കോളേജിൽ വരാൻ തോന്നില്ല, അതുകൊണ്ടാണെന്ന് പറയാണ്. ചിന്നു ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അങ്കിളിനെ കുറേ പ്രാവശ്യം വിളിച്ചല്ലോ, ഫോൺ എടുത്തില്ല. വാടക വീടിന്റെ കാര്യം പറഞ്ഞ് അങ്കിളിന് അതിനൊന്നും ഒരു താല്പര്യവുമില്ലല്ലോ, ആ വീട് അങ്കിളിന് ഇഷ്ടമായില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ആര് പറഞ്ഞു ചിന്നുവിന് ആ വീട് ഇഷ്ടമാണെങ്കിൽ എനിക്കും ആ വീട് ഇഷ്ടമാണ്. കൂടുതൽ താല്പര്യം ചിന്നുവിനാണല്ലോ ആ വീടിനോട് താല്പര്യമെന്ന് JK ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെ എല്ലാവർക്കും, അമ്മയ്ക്കും മാമന്മാർക്കും എല്ലാവർക്കും JK അങ്കിളിന് ആ വീട് തരാൻ താല്പര്യമാണ്. നിങ്ങൾ വന്ന് എന്തായാലും ആ വീട് കാണുമെന്ന് ചിന്നു അങ്ങനെ പറയാണ്. നിങ്ങൾക്ക് ആ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്കിളിനും ആ വീട് ഇഷ്ടമാവും. ഇനി ഒന്ന് കൈ നീട്ടിക്കെന്ന് പറഞ്ഞ് JK പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് ചിന്നുവിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു ടോക്കൺ അഡ്വാൻസ് ആണെന്ന് പറയുന്നുണ്ട്. ചിന്നു പറയുന്നുണ്ട്, അങ്കിളെ വീട് പോലും കണ്ടിട്ടില്ലല്ലോ, അങ്കിൾ ഇപ്പോൾ ഈ ക്യാഷ് ഒന്നും തരണ്ട, ഇതെല്ലാം മാമന്മാരും അമ്മയും തമ്മിലാണ് തീരുമാനിക്കുന്നത്, എൻ്റെ കയ്യിൽ ഇതൊന്നും തരണ്ട എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ചിന്നുവിൻ്റെ കെയർ ഓഫിലല്ലേ എനിക്ക് ആ വീട് കിട്ടുന്നത്, അപ്പം ചിന്നുവിൻ്റെ കയ്യിലാണ് ഞാനിത് തരേണ്ടത്. ഇനി എന്തായാലും നിങ്ങൾ ആ വീട് ആർക്കും കൊടുക്കുകയുമില്ല, ഞാൻ എന്തായാലും ആ വീട് വാങ്ങും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, ഈ ക്യാഷ് കൊണ്ടുപോയി വീട്ടിൽ കൊടുത്താൽ മതി, അവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ JK അങ്ങനെ പറയാണ്. അങ്ങനെ ചിന്നു JKയോട് പറഞ്ഞ് അവിടെ നിന്നും കോളേജിലേക്ക് പോവുകയാണ്. അതിനുശേഷം അർച്ചനയും ദീപ്തിയും കൂടി ഓഫീസിൽ നിന്നും പോകുന്ന സമയത്താണ് അവരെ കാത്തുകൊണ്ട് ജഗദീഷ് വക്കീലും വിജയ് ശങ്കറും അവിടെ നിൽക്കുന്നത്. അർച്ചനയുടെ ഓഫീസിൽ മധുബാലയുമായിട്ടുണ്ടായ പ്രശ്നമെല്ലാം അറിഞ്ഞ് അവരങ്ങനെ അർച്ചനയെ പരിഹസിക്കുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, നീയും ആ സ്ത്രീയും തമ്മിൽ എന്താണ് പ്രശ്നം, കാരണം എന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്, സ്ത്രീയുടെ ഭർത്താവും നീയും തമ്മിൽ എന്താണ് ബന്ധം എന്നങ്ങനെ വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, കേട്ടാൽ അറയ്ക്കുന്ന അപവാദങ്ങളാണ് പറഞ്ഞിട്ട് പോയതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.